നമസ്കാരം, സ്ട്രൈക്ക് ടോക്കറാണ്. മുഖ്യമന്ത്രിയാകാനുള്ള സാധ്യതാ പട്ടികയിൽ ഇവർ 3 പേരുമുണ്ട്. പക്ഷേ 10 വർഷത്തെ നീണ്ട ഇടവേളയ്ക്ക് ശേഷം അധികാരത്തിലേറാൻ സാധ്യത കൽപ്പിക്കപ്പെടുന്ന കോൺഗ്രസിന് വെല്ലുവിളിയാകുക ഈ പേരുകളാണ്. വിഘടിച്ചു നിൽക്കുന്നവരെ ചേർത്ത് നിർത്താനുള്ള അസാമാന്യ പടവും ഉമ്മൻചാണ്ടിക്ക് പകരക്കാരനായി എത്തുന്ന ആ മുഖ്യമന്ത്രിക്ക് വേണ്ടത് അനിവാര്യം. അതുകൊണ്ട് തന്നെയാണ് സോണിയാഗാന്ധിയുടെ പിന്തുണ ലഭിക്കുന്നയാൾ മുഖ്യമന്ത്രി പദത്തിലേക്ക് എത്തുമെന്ന സാധ്യത ആക്കം കൂട്ടുന്നത്. വി.ഡി. സതീശനെ കുറിച്ച് പറയുകയാണെങ്കിൽ 4 ഉപതെരഞ്ഞെടുപ്പുകളിൽ 3ലും ലോക്സഭാ തദ്ദേശ തെരഞ്ഞെടുപ്പുകളിലും UDFന് നിർണായക വിജയം സമ്മാനിച്ച പ്രതിപക്ഷ നേതാവ്. MLA-മാരുടെ ഭൂരിപക്ഷം ഇല്ലാതെ തന്നെ പ്രതിപക്ഷ നേതൃസ്ഥാനത്തേക്ക് എത്തിയ അതേ തന്ത്രം വീണ്ടും. സൈബർ പ്രചാരണത്തിന് തെരഞ്ഞെടുപ്പിന് പിന്നാലെ തുടക്കം. പാർലമെന്ററി പാർട്ടിയിൽ മതിയായ പിന്തുണ ലഭിക്കാത്തത് വെല്ലുവിളിയാകും. വി.ഡി. സതീശന് വേണ്ടി പരസ്യ നിലപാടെടുത്തത് മുഹമ്മദ് ഷിയാസ് മാത്രം. അടുത്തത് രമേശ് ചെന്നിത്തല മുഖ്യമന്ത്രിയാകേണ്ടത് സ്വാഭാവിക നീതിയെന്ന് അനുകൂലികൾ. കോൺഗ്രസിലെ അവസാന വാക്ക് സോണിയാഗാന്ധിയുടെ പിന്തുണ തനിക്കായിരിക്കുമെന്ന ഉറച്ച പ്രതീക്ഷ. ഉമ്മൻചാണ്ടി മന്ത്രിസഭയുടെ അവസാന 2 വർഷം മുഖ്യമന്ത്രിയാക്കാമെന്ന് മുകുൾ വാസ്നിക് നൽകിയ ഉറപ്പ് പാലിക്കപ്പെടാതെ പോയത് ഹൈക്കമാൻഡ് പരിഗണിക്കുമെന്ന പ്രതീക്ഷ. 2021 പ്രതിപക്ഷ നേതൃസ്ഥാനത്ത് നിന്ന് മുന്നറിയിപ്പൊന്നും നൽകാതെയാണ് മാറ്റിയതെന്ന് നേതൃത്വത്തോട് ആവർത്തിച്ച് ചെന്നിത്തല. സുധാകരന്റെയും PJ കുര്യന്റെയും പരസ്യ പിന്തുണ ഗുണം ചെയ്യുമെന്ന് പ്രതീക്ഷ. NSS, SNDP, ക്രൈസ്തവ സഭ നേതൃത്വം തുടങ്ങിയവർ പിന്തുണയ്ക്കും. മറ്റൊരാളാണ് KC വേണുഗോപാൽ. ജയിച്ചു വരുന്ന MLA-മാരിൽ ഭൂരിഭാഗവും തന്നെ പിന്തുണയ്ക്കുമെന്ന ഉറപ്പ്. UDF സ്ഥാനാർത്ഥി പട്ടികയിൽ 55-ലേറെ പേരുകൾ KC അനുഭാവികളുടേത്. മുഖ്യമന്ത്രി പദത്തിനായി സതീശൻ ചെന്നിത്തല തർക്കമുണ്ടായാൽ ഒത്തുതീർപ്പിന്റെ ഭാഗമായി മുഖ്യമന്ത്രി പദം. സംഘടനാകാര്യ ജനറൽ സെക്രട്ടറി സ്ഥാനത്ത് നിന്ന് KCയെ ഒഴിവാക്കാൻ ഹൈക്കമാൻഡ് തയ്യാറാകുമോ എന്നത് നിർണായകം. KC അല്ലെങ്കിൽ മുഖ്യമന്ത്രി പദവിയിലേക്ക് എത്തുന്ന മുഖത്തിന് KCയുടെ പിന്തുണ അനിവാര്യം. വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായം രേഖപ്പെടുത്തുക. കൂടുതൽ വീഡിയോസുകൾക്കായി ഈ ചാനലിലൂടെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ദിസ് ഈസ് സ്ട്രൈക്ക് ടോക്ക് സൈനിങ് ഓഫ്.